ടീച്ചറെ അപ്പോൾ നമ്മള് പിന്നെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു ജോലിയിലേക്ക് കയറി അല്ലേ? ആദ്യം LIC എന്ന് പറഞ്ഞു, പിന്നീട് ടീച്ചർ കുറച്ച് ചെറിയ ചെറിയ ക്ലാസ്സിൽ അവിടെ പഠിപ്പിച്ചു. പിന്നെ വീണ്ടും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അല്ലേ, പുലാപ്പറ്റയിലേക്ക് വന്നു. പിന്നെ സ്കൂൾ ജീവിതത്തിലേക്ക് കയറി അല്ലേ? അപ്പം അതിനെ കുറിച്ച് പറഞ്ഞോളൂ. തത്രങ്കാവ് സ്കൂളിലാണ് ഞാൻ. തത്രങ്കാവിലാണ് ആദ്യം കയറിയത് 1977. അപ്പോൾ അവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ചേച്ചിയുണ്ട്. അത് എനിക്കൊരു ധൈര്യമായിരുന്നു. പിന്നെ ഹെഡ് മാഷാണ് രാമസ്വാമി മാഷ്, ഭയങ്കര കോപ്പറേറ്റീവാണ് എന്ത് കാര്യത്തിനും. ഞാൻ അവിടെ ചെന്ന ഉടനെ എന്നോട് ചോദിച്ചു എന്താണ് പഠിപ്പിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു. കാരണം ഞാൻ BEd കഴിഞ്ഞ് പോകണല്ലോ, TTC കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും എല്ലാം പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസും പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ അവിടെ അവരെല്ലാവരും പറഞ്ഞു ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്കൂളിൽ ഈ കോംപ്ലക്സ് ലെവലിലെ ബെസ്റ്റ് ടീച്ചറാണ് അവിടുത്തെ കൃഷ്ണയ്യർ മാഷ്, ഇംഗ്ലീഷ് മാഡം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. ഞാൻ പിന്നെ എനിക്ക് നല്ല സഹായം, എനിക്ക് സന്തോഷമായി. കാരണം മാഷയുടെ ആ രീതികളൊക്കെ എനിക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മാഷോട് ഞാൻ ആദ്യം തന്നെ പോയി പറഞ്ഞു എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരണം, ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മാഷ് എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ മാഷയുടെ മകളൊക്കെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു ലേശം പേടിയുണ്ടായിരുന്നു. പക്ഷെ നല്ല പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും. അതുകൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല, അവരെല്ലാം പറഞ്ഞു കൊടുത്തെല്ലാം ഭംഗിയായി പഠിക്കും. അവർക്ക് എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. സാരിയൊക്കെ പിടിച്ച് നടക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനത്തെ കുട്ടികളായിരുന്നു. ചെറിയ ക്ലാസ്സിലായിരുന്നു, 4ാം ക്ലാസ്സിലായിരുന്നു തുടങ്ങിയതാണ്. അപ്പോൾ അവർ മാഷിൻ്റെ പരീക്ഷയുടെ തലേദിവസം എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് എല്ലാം ചോദിച്ചു, അവൾക്ക് എല്ലാം അറിയാം നന്നായി എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എനിക്ക് സന്തോഷമായി, അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടിയല്ലോ ആദ്യം തന്നെ എന്ന് വെച്ചാൽ. പിന്നെ 4ാം ക്ലാസ്സിൽ ഞാൻ മലയാളമാണ് എടുത്തിരുന്നത്. അത് എനിക്ക് ക്ലാസ് ചാർജ് 4B ആയിരുന്നു. അപ്പോൾ അവിടെ മലയാളമാണ് എടുത്തിരുന്നത്. അപ്പോൾ 4Aയിൽ ഒരു മാഷുണ്ടായിരുന്നു. മാഷ് അവിടെ കണക്കെടുക്കണം. അപ്പോൾ ഈ മലയാളത്തിൽ പലപ്പോഴും കവിത ചെല്ലാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എക്സസൈസിൽ വരുന്ന ഉദാഹരണങ്ങളെല്ലാം ഞാൻ ചൊല്ലിക്കൊടുക്കുക, വായിച്ചു കൊടുക്കുക, എല്ലാം ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ക്ലാസ് കഴിഞ്ഞ് വന്ന് വരുമ്പോൾ ആ മറ്റേ A ക്ലാസ്സിലുണ്ടായിരുന്ന മാഷ് എന്നോട് പറഞ്ഞു, മാഷ് എന്നോട് പറഞ്ഞു ടീച്ചറെ അടുത്ത കൊല്ലം ഞാനും മലയാളം പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു സന്തോഷമായി, നന്നായി മാഷെ പറഞ്ഞു. അങ്ങനെ 3 കൊല്ലം അവിടെ സുഖമായി വർക്ക് ചെയ്യാൻ പറ്റി. അവിടുന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്ന ഒരു കാര്യം ഉണ്ടായി. എല്ലാവരും കൂടി എനിക്കൊരു സെൻഡ് ഓഫ് തന്നു. കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊക്കെ ഒരു സെൻഡ് ഓഫ് ഒന്നും കൊടുക്കലുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു അസംബ്ലി വിളിച്ചു കൂട്ടിയ പോലെ ഹാളിൽ എല്ലാവരും കൂടി ഇരുന്ന് എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ അവർക്ക് അറിയാവുന്ന കൊച്ചു കവിതകളോ കൊച്ചു കഥകളോ എന്തൊക്കെയോ പ്രസംഗങ്ങളോ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ ഒരു യാത്രയായപ്പോൾ ഞാനിപ്പോൾ ഈയിടെ അത് ഒന്ന് അനുസ്മരിക്കണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യമായിട്ടും അവസാനമായിട്ടും അങ്ങനെ ഒരു സെൻഡ് ഓഫ് തന്നെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കുട്ടികളിൽ നിന്നൊക്കെ എത്ര വലിയ ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് അതെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവർക്ക് എന്താ സന്തോഷം വെച്ചാൽ അവരും ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ട്. അതാണ് അവരുടെ സന്തോഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ മാഷ് കൃഷ്ണയ്യർ മാഷ് പറയും ചെയ്തു ഞങ്ങളുടെ കുട്ടികളൊക്കെ അങ്ങോട്ട് വരുമ്പോഴേക്കും അവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷെ ഞാൻ അവിടെ 1.5 കൊല്ലം ഹൈസ്കൂളിൽ എനിക്ക് PSC കിട്ടിയപ്പോൾ ഞാൻ പിന്നെ പോയി 1.5 കൊല്ലം അവിടെ നിന്നുള്ളൂ. അപ്പോൾ കുറച്ച് കുട്ടികൾ 2 ബാച്ചൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ടായിരുന്നു. അത് നല്ല അന്ന് പിന്നെ ബിൽഡിങ്ങിൽ ഞാനിട്ട് ഷിഫ്റ്റായിരുന്നു ഹൈസ്കൂളിൽ. അപ്പോൾ താഴത്ത് LP സ്കൂളിൽ കുറച്ച് ക്ലാസ്സുകൾ, പിന്നെ മുകളിൽ ബാക്കി ക്ലാസ്സുകൾ അങ്ങനെ. അപ്പം നമുക്ക് കുറേ മുകളിലേക്കും കയറി താഴത്തേക്കും കയറലും ഇറങ്ങലൊക്കെ വേണം. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. എന്നാലും നല്ല പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. പിന്നെ കുട്ടികളാണെങ്കിൽ മിറ്റൊക്കെ ക്ലാസ് റൂമൊക്കെ ശരിക്കും മണ്ണായിരുന്നു. പാവം കുട്ടികളൊക്കെ എങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിച്ചാൽ പാവം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളരെ പാവങ്ങളായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി എനിക്ക് ഒരു ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ടായി, അവിടെ ഞാൻ രാവിലെ ഹോട്ടലിൽ വന്ന് ചായ കുടിക്കാൻ ഇരുന്നപ്പോൾ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രാവിലെ പണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വരികയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ആ കുട്ടിക്ക് ക്ലാസ്സിലേക്ക് കയറാൻ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം എത്ര പാവങ്ങളായിട്ടുള്ള കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു ദിവസം ഉണ്ടായി, ഒരു കുട്ടി ഞാൻ 3rd പീരീഡ് ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികൾ പറയാണ് ടീച്ചർ ഇവൻ ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അടുത്ത് പോയി ചോദിച്ചു എന്തിനാ നീ വീട്ടിൽ പോയി? കഞ്ഞി കുടിക്കാൻ പോയതാ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് അവർ മദ്രസയിൽ പോണ കുട്ടികളാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഇൻ്റർവെല്ലിൽ പോയി കഴിക്കില്ല, എന്താ ചെയ്യുക? അപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ സാറില്ല പറഞ്ഞു അവിടെ സ്കൂളിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് നിർബന്ധിക്കൊണ്ടാണ് അവർ പറയണത്. ഒരു കുറ്റം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയണതാണ്.
ഏതായാലും അങ്ങനെ നല്ല കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കുട്ടികൾക്ക് പൊതുവേ സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല. അപ്പം അതിന് ഇനി അവർ പഠിക്കാതെ അവർക്ക് ഇപ്പോൾ 10ാം ക്ലാസ് ജയിക്കാൻ പറ്റില്ലല്ലോ, സോഷ്യൽ സ്റ്റഡീസും പാസ്സാവണമല്ലോ എന്നുള്ളതിൽ ഞാൻ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ എസ്സേകൾ എഴുതാണ്ട്. അപ്പോൾ ഓരോ എസ്സേയും പഠിപ്പിക്കും, എന്നിട്ട് പിറ്റേ ദിവസം അതന്നെ അവരെ കൊണ്ട് കാണാതെ എഴുതിക്കും. അപ്പോൾ അത് മാത്രമേ നാളെ പരീക്ഷയാണ്, പക്ഷെ ഇത് മാത്രമേ തരുള്ളൂ എന്ന് ഞാൻ പറയും. അപ്പോൾ ആ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ നന്നായി പഠിച്ചിട്ട് വരും. ഹസ്ബൻഡ് കോഴിക്കോട് സാമൂതിരി കൊല്ലത്താണ്, മംഗലാപുരത്താണ് ജോലി ഉണ്ടായിരുന്നത്. കോഫി കമ്പനിയാണ്. അവർക്ക് എന്തായാലും ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകല്ല, വേറെ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. കോഴിക്കോട് സാമൂതിരി രാജ അല്ലേ, കോവിലകം, ഏറെ പ്രശസ്തമായ സാമൂതിരി രാജകുടുംബം ഒക്കെ ഭയങ്കര അഭിമാനം അല്ലെ. ശരിക്കും ടീച്ചറുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ എങ്ങനെയായിരുന്നു? ആ കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് ആണല്ലോ. നമ്മള് എൻ്റെ ഒരു കസിൻ ഉണ്ട് അവിടെ. കസിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനൊന്നാണ്. അങ്ങനെ കോട്ടക്കൽ കൊല്ലത്താണ് അവരുടെ അമ്മ. അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അവര് മുഖാന്തരാണ് അങ്ങനെ. ഈ കല്യാണം ഞാൻ ചോദിക്കുന്നത്, കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ അമ്പലത്തിൽ വെച്ചിട്ട്. അമ്പലത്തിൽ വെച്ചിട്ട് ഇവിടെ വെച്ചായിരുന്നു. അമ്പലത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കല്യാണം നമ്മുടെ ഈ അമ്പലത്തിൽ. പിന്നെ അവിടെ അടുത്ത് അഗ്രശാല ഉണ്ട്, അവിടെ സദ്യക്ക് നടത്തി. അപ്പൊ അതൊക്കെ വലിയ ആഘോഷമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജനങ്ങളൊക്കെ കൂടുതൽ വിളിച്ച് അതൊരു വലിയൊരു ആഘോഷമായി. കാരണം ജനങ്ങളുടെ ഒരു ആഘോഷമാണല്ലോ. അങ്ങനെ ഇവിടുത്തെ വലിയൊരു തമ്പാൻ കുടുംബത്തിന്റെ ഏട്ടൻ കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുന്ന ഒരാളായതുകൊണ്ട് നേരെ മെയ്തുള്ള ഏട്ടൻ. അപ്പൊ എല്ലാവരും വിളിക്കും. ജനസ്വാധീനമാണ് അങ്ങനെ ഒരു ആഘോഷം. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാസർഗോട്ടേക്ക് പോയത് അല്ലേ? എനിക്ക് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് അവരിവിടെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. മംഗലാപുരത്ത് ലീവ് കിട്ടുമ്പോഴല്ലേ വരാൻ പറ്റും. അപ്പൊ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇവിടുന്ന് കുട്ടികളെ കൊണ്ട് കൊണ്ടുവന്നു എറണാകുളത്തേക്ക് സ്പോർട്സിന്. അപ്പൊ ആദ്യമായിട്ട് പാലക്കാട് ജില്ലയുടെ കൊക്കോ ടീം ഗേൾസിന്റെ കൊണ്ടുപോകണം. അപ്പൊ പാലക്കാട് ജില്ല ഫസ്റ്റ് കിട്ടി, അങ്ങനെ കൊണ്ടുപോകണം. അതിന് നമ്മളെ വേറെ അധ്യാപകർ NVG സാറുണ്ടായിരുന്നു. പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ കൊണ്ടുപോകുമ്പോ ആ ദിവസം ഹസ്ബൻഡ് വന്നു. അപ്പൊ എനിക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യണവരാണെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അല്ലാത്തവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കൊണ്ടുപോയി. എനിക്ക് ഞാനൊരു ഡ്യൂട്ടി ഏറ്റെടുത്താൽ അത് ചെയ്യണം. ടീച്ചർ കൂടിയാണല്ലോ. അപ്പൊ പിന്നെ അവരോട് നേരിട്ട് അങ്ങനെ പറയാനും പറ്റില്ല, ഫോണും ഇല്ല ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് തീരുമാനിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ കാസർഗോഡ് പോയി. അവിടെ പോയിട്ട് അവിടെ സ്കൂളിന്റെ അടുത്തൊരു ലോഡ്ജിലാണ് ആദ്യം താമസിച്ചത്. അപ്പൊ അവിടെ കുറച്ച് വില്ലന്മാരൊക്കെ ഉള്ള കുട്ടികളാണ്, നല്ല വികൃതി കുട്ടികളെന്ന് പറയാം. ശരിക്കും വികൃതി അല്ല, അത് കുസൃതിയാണ് ശരിക്കും. അങ്ങനത്തെ കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വിചാരിക്കില്ല. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോ ഒരു മാഷ് ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കുട്ടികളായിട്ട് വരുന്നു. അപ്പൊ ആ മാഷ് ഈ കുട്ടികളോട് പറഞ്ഞു, ടീച്ചറെ പെട്ടിയും കിടക്കൊക്കെ ഒന്ന് അവിടെ റൂമിൽ കൊണ്ടേ കൊടുക്കുന്നു. അവരൊന്ന് പരസ്പരം നോക്കി വേഗം എടുത്തു. ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയൊക്കെ കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ. അറിയാത്ത ഒരാളല്ലേ, പറഞ്ഞാൽ കേൾക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആ മാഷോടുള്ള താല്പര്യമായിരിക്കും എന്തായാലും അവിടെ കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ക്ലാസ്സിലൊക്കെ കുറച്ച് ഇല്ലാത്തവരൊക്കെ കളിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പാസ്സാവേണ്ട ആവശ്യമില്ല ടീച്ചറെ, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ, ഞങ്ങൾക്ക് സീമാൻ ആവണം. 10ാം ക്ലാസ് ജയിച്ചാൽ ഞങ്ങൾക്ക് സീമാൻ ആവാൻ പറ്റില്ല. ഇതൊക്കെയാണ് അവരുടെ പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പിന്നെ എന്ത് പറയാൻ. പിന്നെ എല്ലാവരുടെ വീട്ടിലും അച്ഛന്മാരൊക്കെ ദുബായിലായിരിക്കും. ഈ കുട്ടികളാണ് പൈസ മാനേജ് ചെയ്യുന്നത്. പോക്കറ്റിൽ നോട്ട് കെട്ടുകൊണ്ടൊക്കെ വരിക. 10 പൈസ സ്റ്റാമ്പിന് ചോദിച്ചാൽ ഒരു 100ന്റെ നോട്ട് എടുത്ത് കാണിക്കും. അങ്ങനെയൊക്കെയാണ്. വലിയ പൈസക്കാരാണ്. പിന്നെ ഉറുദു പറയുന്ന കുട്ടികളുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ എന്തോ നോട്ട് എഴുതാൻ കൊടുത്തപ്പോ ഒരു കുട്ടി ചോദിക്കാം, ലിഖനായ. ഞാൻ പറഞ്ഞു, ലിഖനായ. അപ്പൊ ടീച്ചർക്ക് ഹിന്ദി അറിയോ ചോദിച്ചു. ഞാൻ കുറേശ്ശൊക്കെ അറിയാന്ന് പറഞ്ഞു. അതിൽ പിന്നെ നിശബ്ദമായി. അങ്ങനെ പിന്നെ ഒരു തവണ അതുമാതിരി പിന്നെ ക്ലാസ്സിൽ ഞാൻ റേഷൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു കുട്ടി. അവനൊക്കെ ആ സ്ഥലത്തെ വലിയ പൈസക്കാരനാണ്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ടീച്ചർ ഞാൻ കൊണ്ടുവന്നേരാൻ വീട്ടില് റേഷൻ വാങ്ങിയ സാധനങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, വേണ്ട നീ കൊണ്ടുവരുന്ന, ഞാൻ കൊണ്ടേക്കോളം പറഞ്ഞു. അല്ല ഞാൻ കൊണ്ടുവരുന്ന. അവൻ വീട്ടിൽ കൊണ്ടേ വെച്ച് കഴിയും. അവൻ വീടൊക്കെ അറിയായിരുന്നു. അവിടെ കൊണ്ടേ വെച്ച് കഴിയും. അങ്ങനെ കാസർഗോഡ് ടീച്ചർ സ്ഥലത്തിന്റെ പേര് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് GHS മംഗൽപാടി. അവിടെ സ്കൂളിന്റെ അടുത്ത് ഒരു കുറച്ച് ദിവസം താമസിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരെ ഉപ്പള പറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറ്റി. ഈ സ്കൂളിൻ്റെ അടുത്ത് താമസിക്കാൻ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ അവിടെ സ്കൂളിലെ ദിവസം ഇരിക്കാൻ പറ്റില്ല. അല്ല, സ്കൂളുള്ള ദിവസം ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ബഹളമായിരിക്കും. സ്കൂളിൽ നിന്നുള്ള സൗണ്ട് കാരണം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് അവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മംഗൽപാടി 2 കൊല്ലം അവിടെ നിന്നു.
അവിടെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ടീച്ചർ വീട്ടിൽ വന്ന് ചായ തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം 4-5 കുട്ടികൾ വന്നു. അപ്പോൾ ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു, എന്തോ മിക്സർ ഒന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ടീച്ചർ കുറച്ച് വെള്ളം തരുമോ ചോദിച്ചു. ചോദിച്ചു കുടിക്കാനാണോ ചോദിച്ചു. അല്ല പറഞ്ഞു. അപ്പോൾ വെള്ളം കൊടുത്തപ്പോൾ ആ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചു. എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഞാൻ എന്തിനാ നീ ഇതൊക്കെ ചെയ്തു, ഞാൻ ചെയ്യില്ലെന്ന് ചോദിച്ചു. അല്ല ടീച്ചർ അത് ഞാൻ തന്നെയാണ്, ഞങ്ങളല്ലേ. അങ്ങനത്തെ കുട്ടികളാണ് അവര്, അതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്താ പറയാ, അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അന്ന് എന്തെങ്കിലും സമരം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ അപ്പൊ ഇടയ്ക്ക് ബസ് തടയിലൊക്കെ ഉണ്ട്. റോഡ് സൈഡിലാണ് സ്കൂൾ. അപ്പൊ ബസ് തടയാനൊക്കെ വേണ്ടി ഇടയ്ക്ക് അവര് ഇങ്ങനെ ചാടും. അപ്പോൾ ഒരു ദിവസം എന്താ പറയാ, ഒരു കുട്ടി ഇങ്ങനെ അങ്ങനെ പഠിക്കൊന്നുമില്ല, അങ്ങനെ പഠിത്തം നിർത്തി കഴിഞ്ഞിട്ട് അവൻ ഓട്ടോറിക്ഷ പണി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, വയസ്സൊന്ന് ആലോചിച്ച് നോക്കും, ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞ് അവൻ എങ്ങനെയാ വെച്ചാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിന്റെ അവിടെ വരും. സ്കൂളിന്റെ അവിടെ നിന്നിട്ട് അവൻ അവിടെ ക്ലാസിന്റെ താഴത്തുണ്ടെന്ന് ഞങ്ങളെ അറിയിക്കും. അതിന് ചില വിദ്യകളൊക്കെ ഉണ്ടാവില്ല, അറിയിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ പോയി നോക്കിയപ്പോ അവരാണ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ല ടീച്ചർ എന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോ അവനുണ്ട് സ്കൂളിന്റെ മുമ്പില്. ഞാനും വേറെ ടീച്ചറും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ടീച്ചർ കയറും, ടീച്ചർ ഓട്ടോറിക്ഷയില് കയറും, ടീച്ചർ കയറും ടീച്ചർ. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ നടന്നോളാൻ പറഞ്ഞു. അവൻ സമ്മതിക്കുന്നേ ഇല്ല. ഞങ്ങളുടെ കൂടെ ഓട്ടോറിക്ഷ ഉരുട്ടി കൊണ്ടുവന്ന് കുറെ ദൂരം. അവസാനം ഞങ്ങൾ കയറി. അതാണ് അവരുടെ സ്നേഹം ശരിക്കും. നമുക്ക് അവർക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, ടീച്ചേഴ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല അത്ര. അങ്ങനെ ഉറുദു സംസാരിക്കുന്ന കുട്ടികൾ കുറേ ഉണ്ട്, മലയാളം സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഈ മലയാളം ഉറുദു മെയിൻ ഭാഷയായിട്ട് എടുത്താലും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കാം. മലയാളം എഴുതാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ മിനിമം മാർക്ക് മതിയായിരുന്നു പാസ്സാകാൻ. രണ്ടിലും കൂടി 50 കിട്ടിയാൽ മതി. അങ്ങനെ അത് കിട്ടും, മറ്റേലും നല്ല കിട്ടും. അങ്ങനെയൊക്കെ പാസ്സായിരുന്നു അവർ. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഡിവിഷൻ പോൾ വന്നു. ഡിവിഷൻ പോളല്ല, പോസ്റ്റ് പോയി. അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റ് പോകണ നാച്ചുറൽ സയൻസ്, രണ്ടാമത്തെ സോഷ്യൽ സ്റ്റഡീസ്. അപ്പോൾ എൻ്റെ പോസ്റ്റ് പോയി, ഞാൻ സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് വേറൊരു ഇന്റീരിയർ ഏരിയയിലൊരു സ്കൂളിൽ അവിടെ പോയി. അവിടെ അതുമാതിരി നല്ല ഹെഡ് മാസ്റ്ററിനായിരുന്നു. ഇവിടെയും നല്ല ഹെഡ് മാസ്റ്ററിനായിരുന്നു. ഹെഡ് മാസ്റ്ററുടെ ഭാഗത്ത് നല്ല കോപ്പറേഷനായിരുന്നു. പിന്നെ അവിടെ ഇപ്പോൾ എപ്പോഴും അതുമാതിരി നല്ല കുട്ടികളാണ്. പക്ഷെ കന്നഡ മീഡിയം അധികം, മലയാളം മീഡിയം കുറവാണ്. മലയാളം മീഡിയത്തിൽ ആകെ 3 ക്ലാസ്സിലും കൂടി 45 കുട്ടികളില്ല, 8, 9, 10 കൂടിയിട്ട് അത്രേ ഉള്ളൂ അവിടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ എന്താണ് പ്രഭാതപേരി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി റേഡിയോയിൽ കൂടെ വന്നിരുന്നു. ഒരു പാട്ട്, സ്വാതന്ത്ര്യത്തിന് സജ്ജതാവേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പാട്ട്. അത് റേഡിയോയിൽ പഠിപ്പിച്ചിരുന്നു. ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ എൻ്റെ പണി കഴിയുന്നു, ഞാൻ ഇതൊക്കെ കേട്ട് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഒരു പ്രഭാതപേരി വന്നിട്ട് പഠിപ്പിക്കണം കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലേ, ഞാൻ പഠിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ആ കുട്ടികൾ പക്ഷെ മുഴുവൻ കന്നഡ കുട്ടികളാണ്, മലയാള കുട്ടികളില്ല പാട്ട് പഠിക്കാൻ. അപ്പൊ അവരായിട്ടും എനിക്ക് മിങ്കിൾ ചെയ്യാൻ ഒരു അവസരം കിട്ടി. അവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൊക്കെ ചെയ്യും. അത് തന്നെ അങ്ങനെ അതുണ്ടായി. കുട്ടികളെ കന്നഡ കുട്ടികളെ മലയാളം അല്ല ഈ പാട്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ടാവും അല്ലേ? മുഴുവൻ അറിയില്ല. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. മംഗൽപാടി സ്കൂളിൽ അധികം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചന്ദ്രഗിരിപ്പുഴയുടെ തെക്കുകളൊക്കെ തെക്കരാണ്. അപ്പൊ എല്ലാം തെക്കുന്നു വന്ന ടീച്ചേഴ്സാണ് അവർ പറയാം. അപ്പൊ നമ്മളൊക്കെ അതിൽ അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഈ അവരുടെ ഭാഷയെല്ലാം അറിയാം. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഭാഷയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ കുട്ടികൾ അവരായിട്ട് നല്ല കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല, അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്കൂൾ ഡേ നടത്തി വെച്ചാൽ നല്ല സഹകരിക്കും, എല്ലാം ചെയ്തു തരും, എന്താണെങ്കിൽ ചെയ്തു തരും. പിന്നെ വല്ല പിരിവിനൊക്കെ പോകുമ്പോൾ അവർ കൂടെ വരും, നമ്മളെ നല്ലവരും നോക്കും, കൂടെ കൊണ്ട് നടത്തും. ഒരു പ്രാവശ്യം എനിക്കൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു രക്ഷിതാവ് എന്നോട് ചോദിച്ചു, എൻ്റെ മോതിരം ഒന്ന് ഭാഷ കാണിക്കാൻ തരുമെന്ന് ചോദിച്ചു. എൻ്റെ ഒരു പുതിയൊരു തരം. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് അധികമായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്നോട് ഒരു കുട്ടി പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന ഒരു കുട്ടി, ടീച്ചറെ അവിടെ നിന്ന് കൊടുക്കണ്ട, അവരൊന്നും നമുക്ക് പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ചിന്തിക്കുന്ന കുട്ടികൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് തന്നെ അവർ വരാന്തയിൽ ഞാൻ ഇങ്ങനെ കയറി സ്കൂളിൽ കയറി വരുമ്പോൾ 2-3 ആളുണ്ടായി ഞങ്ങൾ. അതിൽ ഒരു കുട്ടി പറയണം, ഇതിലൊരാൾ ഇന്ന് പോവും, ഒക്കെ അവർക്കറിയാം. എന്തായാലും അങ്ങനെ അവിടുന്ന് പോയി മറ്റേ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ നല്ല ഇതുമാതിരി കുട്ടികൾ കുറവാണെന്ന് വെച്ചാലും നമുക്ക് ഹെഡ് മാസ്റ്റർ നല്ല ഇതാണ്, സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ നിശബ്ദമായി ഇരുന്നോളൂ. മാഷെ കണ്ട അനങ്ങില്ല. ഹെഡ് മാസ്റ്റർ മലയാളിയല്ല, കന്നഡാണ്. ബള്ളാൾ എന്ന് പറയും, അങ്ങനെ ഒരു കാസ്റ്റാണ്. ഒരു ശരിക്കും നമ്മുടെയൊക്കെ പോലുള്ള ആൾക്കാരാണ് പറഞ്ഞത്.
ഒരു കുറച്ച് പിന്നെ നല്ല ഫാമിലി രാജകുടുംബത്തിൽ പൊട്ടപ്പെട്ട പോലെ തന്നെയാണ്. അപ്പോൾ ആ മാഷ് നല്ല കോപ്പറേഷനായിരുന്നു. ടീച്ചർ കൊണ്ട് വന്നോളൂ, ടീച്ചർക്ക് കുട്ടികളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. പിന്നെ അവിടെ 4 കൊല്ലം നിന്നു. അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പഠിപ്പിക്കാനെ കുറിച്ച് പഠിക്കലൊക്കെ കുട്ടികൾ കുറവ് തന്നെ. അവിടെ ചില 1-2 കുട്ടികളൊക്കെ നല്ല പഠിക്കുന്നവരുണ്ട്. വളരെ പാവങ്ങളെന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വേഷത്തിലൊക്കെ വരിക സ്കൂളിൽ. പാവം തോന്നും ശരിക്കും, പക്ഷെ പഠിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതുമാതിരി ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല. അപ്പോൾ ഒരു കുട്ടി എന്നോട് എണ്ണീട്ടെന്ന് വെച്ചു, സർ ഇന്നലെ ഇബ്രാഹിം വന്നിരുന്നു. ഞാൻ പറഞ്ഞു ആ വന്നിരുന്നു. ആ എന്നാ പേടിക്കല്ലേ, ടീച്ചറിന് പറഞ്ഞിരുന്ന എല്ലാം ഇബ്രാഹിമിന്റെ കമ്പ്യൂട്ടറിലുണ്ടാവും, തലയിലുണ്ടാവും. അത്ര ബുദ്ധിയാവും. അങ്ങനത്തെ കുട്ടികളാണ് കാസർഗോഡ്. അങ്ങനെ 14 വർഷം അല്ലേ? 14 വർഷം. പിന്നെ 4 കൊല്ലം കഴിഞ്ഞാൽ അവിടെ ഇതുമായി അവിടെ ഡിവിഷനെ പോയി, പോസ്റ്റല്ല മലയാളം ഡിവിഷനെ പോയി. അങ്ങനെ അവരെല്ലാ കൊല്ലം ഈ സ്പെഷ്യൽ ഓർഡർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊല്ലം സ്പെഷ്യൽ ഓർഡർ കിട്ടിയില്ല. ഡിവിഷൻ പോയപ്പോൾ പിന്നെ നമ്മളെ കുട്ടികളെയൊക്കെ നേരത്തെ വേറെ സ്കൂളുകളിലേക്ക് ആക്കാൻ പറ്റും. അവർ ആദ്യം കേട്ടതൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടായി. അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി. എന്നാലും പിന്നെ കിട്ടി. എന്നിട്ട് കാസർഗോഡ് ഗേൾസ് സ്കൂളിൽ വന്നു. അത് ടൗണിലാണ്. നല്ല സ്കൂളാണ്. അവിടെ വന്നപ്പോഴാണ് എനിക്ക് ടീച്ചിങ് ഒരു മത്സരമായിട്ട് തോന്നാൻ തുടങ്ങിയത്. എല്ലാവരും നന്നായി പഠിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ രത്നമ ടീച്ചർ, എനിക്ക് ഭയങ്കര എന്നെ പുഷ് ചെയ്യുന്ന 2 ആൾക്കാരെ, ഒന്ന് രത്നമ ടീച്ചറും ഒന്ന് നള്ളി ടീച്ചറും. എല്ലാ കാര്യത്തിലും പുഷ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഞങ്ങൾ 2 ഇംഗ്ലീഷ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളോട് പറയും ഇത് അതിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പഠിപ്പിച്ചോളൂ എന്നുള്ള മാതിരി പറയും. അങ്ങനെയാണ്. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, പഠിപ്പിക്കാനൊക്കെ നല്ലൊരു. പക്ഷെ ആ ടീച്ചർ ക്ലാസ്സിലായിരുന്നു എല്ലാ പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് ഒരു ആവറേജ് ക്ലാസ് ആയിരുന്നു. എനിക്ക് ആദ്യം ചെന്നപ്പോൾ കിട്ടിയത് കലവലോ എന്ന് പറയുന്ന ഒരു ക്ലാസ്. എനിക്കാണെങ്കിൽ ശബ്ദം കേട്ട ദേഷ്യം വരും. അപ്പോൾ എന്താ വെച്ചാൽ അധികം അറബി കുട്ടികളായിരുന്നു. അവരിങ്ങനെ പൊതുവെ പെൺകുട്ടികളല്ലേ, സംസാരിക്കാതിരിക്കില്ല. പിന്നെ തട്ടിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തട്ടിയിൽ 2 ക്ലാസ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവര് അന്ന് ഞാൻ ഫെബ്രുവരിയിലാണ് അവിടെ എത്തിയത്. അപ്പൊ 2 മാസമേ ബുദ്ധിമുട്ട് വന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ക്ലോസ്ഡ് റൂംസ് കിട്ടി. അപ്പൊ ഞാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് റൂമിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായി.